കോഴിക്കോട് ബാലുശ്ശേരി എരമംഗലത്ത് ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോറികൾ തടഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? എന്താണ് നാട്ടുകാരുടെ പരാതി? ഷഹദ്, കേൾക്കാവോ? അവിടെ നേരത്തെ ഒരു സമരത്തിന്റെ സൂചനയുള്ള സ്ഥലമാണ് ഷഹദ്. എരമംഗലത്തെ നാട്ടുകാരുടെ പരാതി എന്താണ്? ഹാഷ്മി, കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ മേഖലയിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ട്. കാരണം ഈ കോറിക്കെതിരെ, അതായത് അനധികൃതമായിട്ടാണ് ഈ കോറി പ്രവർത്തിപ്പിക്കുന്നത്. മാത്രമല്ല, അവിടെ ഈ കോരി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘാതം ആ നാട്ടുകാർക്കുണ്ടാകും. പ്രത്യേകിച്ച് അവിടെ ഈ ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ആ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. എന്നാൽ ഇന്നാണ് ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും അവിടെയുള്ള മറ്റാളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഈ കോറിയിലേക്ക് വരുന്ന ലോറികൾ ഒന്നാകെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ലോറികൾ ഒന്നാകെ തടഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. വ്യാപകമായിട്ട് ആ മേഖലയിൽ പോലീസും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എരമംഗലം ക്രഷറാണ്. ഈ ക്രഷർ കോറിക്കെതിരെയാണ് ഈ നാട്ടുകാർ ഈ സമരം നടത്തുന്നത്. കഴിഞ്ഞ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു വരികയാണ്. ഹാഷ്മി, ഓക്കെ. ഷഹദ് റഹ്മാനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ദീർഘനാളായി ആ മേഖലയുടെ പ്രശ്നമാണ്. ദീർഘനാളായി ആ നാട്ടുകാർ സമരത്തിലാണ്. ഇന്നിപ്പോൾ ലോറി തടഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് ആ സമരം നാട്ടുകാർ കടത്തുകയുമാണ്.